ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ലാലേട്ടൻ്റെ ഇരുന്നപ്പോൾ ഞാൻ സുന്ദരനോട് ചോദിച്ചു, ഇന്നിപ്പോൾ ഞാൻ കഥകളിയൊക്കെ പഠിച്ച കാര്യം പറയട്ടെ, അത് പറയും ഇത് ലാലേട്ടനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ ഒരു 10-15 വർഷം കഥകളിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഞെട്ടി നോക്കി. ഞാൻ പറഞ്ഞ ഗോപിയാശാൻ്റെയൊക്കെ ഒപ്പം പിന്നീട് സംസാരങ്ങളും കാര്യങ്ങളും പിന്നീട് ഞങ്ങൾ ആ സിനിമയുടെ സംസാരങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഏതാണ്ട് 90 ദിവസങ്ങളും ലാലേട്ടനോട്ട് ഞങ്ങൾ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ സമയങ്ങളിലും ബ്രേക്ക് കിട്ടുന്ന സമയങ്ങളിൽ ലാലേട്ടനുമായിട്ട് ഫോട്ടോഗ്രാഫിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. എൻ്റെ അടുക്കിയിൽ ഗോപിയാശാനെ പറ്റിയും ശിവരാമൻ ആശാനെ പറ്റിയും വാനപ്രസ്ഥം ചെയ്തതിനെ പറ്റിയും കഥകളി എന്ന് പറയുന്നതിൽ ലാലേട്ടൻ കടന്നു പോകാത്ത വേഷങ്ങളെ പറ്റിയൊക്കെയുള്ള സംസാരങ്ങളാണ്. സിനിമ എന്ത് ചെയ്യുന്നു അവിടെ ഫ്രെയിമിൽ നിന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ കണക്ഷൻ പോയിന്റ് എന്ന് പറയുന്ന കഥകളായിരുന്നു. അപ്പം എൻ്റെ അങ്ങനെയുള്ള ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കലാവണ്ണൻ ഗോപിയാശാൻ എന്ന് പറയുന്ന കഥകളിയിലെ മോഹൻലാലിനാണ്. ഞങ്ങൾ കഥകളിയിലെ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ്, ദർശൻ സാറിൻ്റെ പേരുള്ള അവാർഡ് വാങ്ങാൻ പറ്റുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു സിനിമ സംവിധായകൻ എന്ന നിലയിൽ ഒരു വലിയ കാര്യമാണെന്ന് തന്നെയാണ് വിശ്വസിച്ചത്. കാരണം എനിക്ക് അങ്ങനെ ഒരു സിനിമയുടെ യാതൊരു വിധ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാളാണ്. അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കുണ്ട്.